ശിവാനി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഇനി നീ എന്റെ വഴിക്ക് വന്നേ പറ്റൂ. ഇച്ഛാധാരി നാഗറാണി ആവാഹയാമി. ഓം നമഃ ശിവായ. ശിവാനി, ഇവളിത് എവിടേക്ക് പോകുന്നു? ഇവൾക്ക് വേണ്ടി ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവള് പുറത്തേക്ക് ഇറങ്ങി പോവാണല്ലോ. ശിവാനി, ശിവാനി, ശിവാനി. ഇച്ഛാധാരി നാഗറാണി ആവാഹയാമി. ഇതെന്താണ്? എന്റെ ശക്തി തിരിച്ചു വരുന്നുവോ? എന്റെ പൂജകളെല്ലാം വിപുലമായി. എന്തുപറ്റി ത്രയംബക? എന്റെ ആജ്ഞകൾ അനുസരിച്ച് ശിവാനിയെ ആരോ തടഞ്ഞിരിക്കുന്നു. ആരോ തടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിന്റെ ശക്തി കൊണ്ട് ആ തടസ്സം മാറ്റാനാവില്ലേ? ഞാനും വിചാരിച്ചത് അങ്ങനെയാണ്. എന്നാൽ എന്റെ ശക്തികളൊന്നും ഫലം കാണുന്നില്ല. ഫലം കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടി പ്രയത്നിക്കൂ ത്രയംബക. ഒരു കാരണവശാലും ശിവാനിയെ വിട്ടുകളയരുത്. അവളുടെ നാശം സംഭവിച്ചേ മതിയാകൂ. സംഭവിക്കും. ഞാൻ വീണ്ടും പ്രയത്നിക്കും. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഈ മഹാശക്തി പോകൂ, ഇച്ഛാധാരി നാഗറാണിയെ പിടിച്ചുകൊണ്ടുവരൂ. എന്റെ ശക്തികളൊന്നും ഫലിക്കുന്നില്ലല്ലോ. എന്തുപറ്റി ത്രയംബക? അറിയില്ല. എന്തൊക്കെയോ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുവിട്ട രാക്ഷസ ശക്തി അവളെ വീട്ടിൽ നിന്നും പുറത്തിറക്കി. അവൾ ആ വീട് താണ്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് മറ്റേതോ ഒരു ശക്തി അവളെ തടഞ്ഞിരിക്കുന്നു. ഏത് ശക്തിയായിരിക്കും അവളെ രക്ഷിച്ചത്? ഏത് ശക്തിയാണ് എന്നെ തടഞ്ഞത്? ഇവൻ എന്തിനാ എന്റെ കൈ പിടിച്ചിരിക്കുന്നത്? ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ആരോ എന്നെ ആവാഹിച്ചു കൊണ്ടുവന്ന പോലെ തോന്നുക. ആരായിരിക്കും അത്? ശിവാനി, തൃശൂൽ, എന്തിനാ എന്റെ കൈ പിടിച്ചിരിക്കുന്നത്? അത് എന്റെ കൈ വിട് തൃശൂൽ. ശിവാനി, നിനക്കത് എന്താ പറ്റിയ? ഒന്നുമില്ല. എന്ത് പറ്റിയെന്നല്ല ചോദിച്ച, ഉത്തരം പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ?
ശിവാനി, നീ എന്താ വേറൊരു രീതിയിൽ പെരുമാറുന്നത്? എന്ത് പറ്റി നിനക്ക്? അറിയില്ല, എന്തോ പറ്റി എനിക്ക്. ഏതോ ശക്തി എന്നെ ആവാഹിച്ചതുപോലുണ്ട്. ആദ്യം ഇവിടുന്ന് പോയേ പറ്റൂ. ശിവാനി, തൃശൂൽ എന്റെ പിറകെ വരണ്ട. ശിവാനി, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്റെ പാട്ടിന് എന്നെ വിട്ടേക്ക് തൃശൂൽ. ശിവാനി, ഇവിടുന്ന് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എനിക്കുള്ള ഉത്തരം തന്നേ മതിയാവൂ. എന്തിനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്? എന്താ പറ്റി നിനക്ക്? ഞാൻ ഇറങ്ങി വന്നതോ? അത് ഞാൻ എങ്ങോട്ട് പോവാനാ? കള്ളം പറയില്ല ശിവാനി. പിന്നെ എന്തിന് ഇങ്ങോട്ടേക്ക് വന്നു? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ വിളിച്ചിട്ട് നീ അവിടെ നിന്നില്ല. അതുകൊണ്ട് ഇവിടേക്ക് ഓടി വന്ന് ഞാൻ തടഞ്ഞു നിർത്തിയതാ നിന്നെ. ശിവാനി, എന്താ നീ ആലോചിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണോ? ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായ നിനക്ക് ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല. എന്നുവെച്ചാ? ശിവാനി, ഞാൻ പറയുന്നത് വരെ നീ ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പാടില്ല. അതെന്താ? ഇങ്ങനെ കാരണം ചോദിക്കില്ല ശിവാനി. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാ. എന്താ എന്റെ മേലെ അധികാരം സ്ഥാപിക്കാൻ നോക്ക? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? ശിവാനി, പ്ലീസ്. ഇപ്പൊ തൽക്കാലം നമ്മുടെ സമയം ശരിയല്ല, അത് മനസ്സിലാക്ക്. ഒരു ഇത്തിരി ശ്രദ്ധ തെറ്റിയാലും അത് അപകടമാ. ഉറപ്പായിട്ടും ആപത്ത് സംഭവിക്കും. എന്ത് സമയം? എന്തൊക്കെയാ നീ പറയുന്നേ? ഒന്നുമില്ല, നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, അത്ര തന്നെ. ഇത് നിനക്ക് എന്റെ ശാസനയായിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടോ എടുക്കാം. ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് നീ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. തൃശൂൽ, നിനക്ക് എന്നെ കുറച്ച് ഓവറായിട്ട് തോന്നില്ലേ ഇത്? നിനക്കൊരു കാര്യം അറിയില്ലാന്ന് തോന്നുന്നു. നിന്റെ അമ്മമാര് നിന്നിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം മറച്ചു വെച്ചിരിക്കാം. അതെന്താണെന്ന് ഞാനിപ്പോ പറയാൻ കേട്ടോ. ഈ വീട്ടിലേക്ക് ഞാൻ വരണമെങ്കിൽ 3 നിബന്ധനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിബന്ധനകളോ? എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ എങ്ങോട്ട് പോയാലും ആരും എന്നെ തടയരുത്. പിന്നെ എന്നെ ഒരു കാര്യത്തിനും ആരും നിർബന്ധിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിന്റെ അമ്മമാര് സമ്മതിച്ചോണ്ട് മാത്രം ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അല്ല, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശിവാനി, തൃശൂൽ വഴിന്ന് മാറി എന്നെ പോവാൻ അനുവദിക്കേ. അത് ശരിയാവില്ല. നീ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. തൃശൂൽ, പ്ലീസ് ശിവാനി, എനിക്ക് വേണ്ടിയെങ്കിലും പോവാതിരിക്കും. എനിക്ക് വേണ്ടിയല്ലെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും പോവാതിരിക്കും, പ്ലീസ്. നിനക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഛേ, അയ്യോ, ഇത് പകുതിക്ക് വെച്ച് നിർത്തിയല്ലോ. ത്രയംബക, ഞാൻ ഇതൊന്നും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. ശിവാനിയെ നീ ഇല്ലാതാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ വിശ്വാസത്തെ നീ തകർത്തു കളഞ്ഞല്ലോ. തകർത്തു കളഞ്ഞു നീ. നോക്ക്, വേണമെന്ന് കരുതിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏതോ ശക്തി എന്നെ തടഞ്ഞതാണ്. നിന്നെ തടയാൻ മാത്രമുള്ള ഒരു ശക്തി ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേത് ശക്തിയാണ് നിന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ കള്ളമാണോ? ഈ ത്രയംബകന്റെ ബുദ്ധിയിൽ അതന്ത്രം മാത്രമല്ല ഉള്ളത്, എല്ലാറ്റിനെയും എതിർക്കുവാൻ ധൈര്യമുള്ളവനാണ് ഈ ത്രയംബകൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാ ധൈര്യം എവിടെ പോയി? നിന്നിലുള്ള മന്ത്രശക്തികളൊക്കെ മായയായി പോയോ? ഇതാണോ നിന്റെ ശക്തി? ഇതാണോ നിന്റെ പൗരുഷം? മറുപടി പറയൂ. മായങ്കനെ, എന്നെ അത്ര നിസാരക്കാരനായി കാണണ്ട. ഒരു തവണ എന്റെ പ്രയത്നം വിഫലമായിട്ടുണ്ടാകാം എന്നു കരുതി ഞാൻ അശക്തനല്ല. എന്റെ ഒരു പ്രയത്നം വിഫലമായി പോയാലെന്താ? അതുപോലത്തെ 100,000 ശക്തികൾ എന്റെ കൈവശമുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ പ്രയോഗിക്കാം. ഈ ചക്രം ആ ശിവാനിയെ ഉറപ്പായിട്ടും വിളിച്ചു കൊണ്ടുവരും.
ഇത് നീ വിശ്വസിക്ക്. പോകൂ, ആ ശിവാനിയെ പിടിച്ചുകൊണ്ടുവാ. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ശക്തി നാശമായി പോയല്ലോ. നിന്നെ ഇങ്ങനെ കാണുമ്പോ ഉത്തരകുമാരനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പറഞ്ഞ കാര്യത്തിന്റെ 1% സംഭവിച്ചിരുന്നുവെങ്കിൽ നീ സമർത്ഥനാണെന്ന് ഞാൻ സമ്മതിച്ചേനെ. നിന്നെ വിളിച്ചു വരുത്തിയതിൽ എനിക്കിപ്പോ നാണക്കേട് തോന്നുന്നു. ഛേ, നീ ഇത്രയ്ക്ക് കഴിവ് കെട്ടവനോ? നീ എന്നോട് എത്ര തന്നെ ദേഷ്യം കാണിച്ചാലും എന്റെ മേലെന്തെങ്കിലും ശക്തി പ്രയോഗിച്ചാലും ശരി, ഇതാണ് സത്യം. നീ എന്താ പറഞ്ഞ്? നിന്റെ ശക്തിയെ പറ്റി എനിക്ക് അറിയില്ല എന്നല്ലേ? ഇപ്പൊ നിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. നിന്റേത് വെറും വാക്കുകളാണ്. ഒന്നും തന്നെ നടക്കില്ല. നടക്കും. ഞാൻ ശിവാനിയെ ഉറപ്പായും കൊന്നിരിക്കും. നിന്നെ കൊണ്ടതിന് കഴിയുമായിരുന്നെങ്കിൽ ഇത്രയും നാളുകൾ അവളെ ഇങ്ങനെ വിട്ടുകളയുമായിരുന്നില്ല. അവളെ ഞാൻ മുൻപേ തന്നെ ഇല്ലാതാക്കി കളഞ്ഞനെ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ ഞാൻ വിശ്വസിച്ച് നിന്റെ കൂടെ ചേർന്നില്ലേ? തെറ്റാ ഞാൻ ചെയ്തേ. നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ശിവാനി! മഹാദേവ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അത്രയും പകരം ഈ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ തിരിച്ചു പോയല്ലോ. അവനിവിടെ വന്നത് പോലും വീട്ടിലുള്ള ആർക്കും ഓർമ്മയില്ല. ഇപ്പൊ നോക്കാണെങ്കിൽ ഞാനായിട്ട് തന്നെ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. ആരും എന്റെ കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തെങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നാ. എനിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. തൃശ്ശൂര് പറഞ്ഞതും സത്യമായിരിക്കും. സത്യം ഏതാ കള്ളം ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ത്രയംബകൻ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഇത്തവണ ഞാൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം അവൻ എന്നെ ആക്രമിക്കാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ഒരു പെണ്ണിന്റെ മുൻപിൽ എന്നെ അപമാനിച്ചു കളഞ്ഞില്ലേ നീ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഇല്ല, എനിക്ക് ഈ അപമാനം സഹിക്കുവാനാവില്ല. ഒരു തവണ ഞാൻ അവന്റെ കയ്യിലാകപ്പെട്ടു. അന്ന് 14 വർഷത്തെ ദിഗ്ബന്ധനമാണ് ഞാൻ അനുഭവിച്ചത്. ഇനിയും അങ്ങനെ അകപ്പെട്ടു പോയാ അത് എത്ര വർഷത്തേക്കുള്ള ബന്ധനമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ ആദിശേഷന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നാഗമാണിക്യം തിരിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെ സംഭവിക്കരുത്. ഈ ത്രയംബകൻ ആരുടെയും മുൻപിൽ തല താഴ്ത്തുന്നവനല്ല. അങ്ങനെ സംഭവിക്കുകയില്ല. ശിവാനി, ഇന്നിപ്പോൾ നീ കാരണം ഞാൻ അപമാനിതനായിരിക്കുന്നു. ശിവാനി, ഞാൻ നിന്നെ ഒരു കാരണവശാലും ജീവനോടെ വച്ചേക്കില്ല. ഇല്ല, ഇപ്രാവശ്യം ഒരു കാരണവശാലും അവന്റെ കയ്യിൽ ഞാൻ പേടില്ല. എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടേ മതിയാകും. ഗുരുദേവന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കാന്ന് വെച്ചാ നാഗലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇന്നെന്റെ ശക്തി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ തന്നെ അവിടേക്ക് വരുന്നു. ആരാണ് എന്നെ തടയുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് വെച്ചാ ആ തൃശ്ശൂലാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്താ ചെയ്യാ? ഇല്ല, ഈ വീട്ടിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണം. വാസുകിയുടെ അടുത്ത് ചെന്ന് എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പറയണം എനിക്ക്. അതെല്ലാം ത്രികാല ഗുരുദേവനെ അറിയിക്കാനും പറയണം. ഇനി എന്റെ മുന്നിലുള്ളത് ആ ഒരു വഴി മാത്രമാണ്. ഞാൻ ഉറപ്പായിട്ടും പോയിരിക്കും. ഇന്ന് ഞാൻ എന്റെ എല്ലാ വൈരാഗ്യങ്ങളും തീർക്കും.
ചോര തുപ്പിച്ചാകണം നീ. 23 വർഷങ്ങളായി നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഞാൻ. നിന്റെ അവസാനമാണ് എന്റെ ലക്ഷ്യം. നീ എവിടെയായിരുന്നാലും എന്റെ കൺമുമ്പിൽ വന്നേ മതിയാകൂ. ഭാഗ്യം, ആരും കാണുന്നില്ലല്ലോ. ആ തൃശ്ശൂൽ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കണം. നിന്നെ രക്ഷിക്കുന്ന ആ ശക്തി നിന്നിൽ നിന്നും മാറിക്കിട്ടിയാൽ മതി. ഞാൻ നിന്നെ എളുപ്പത്തിൽ മയക്കിയെടുക്കും. ആ ശക്തി നിന്നിൽ നിന്നും അകലണം, അല്ലെങ്കിൽ നീ അതിൽ നിന്നും അകലണം. അങ്ങനെ സംഭവിച്ചാൽ എനിക്കെന്റെ കാര്യം നടത്താമല്ലോ. അപ്പോഴേക്കും എനിക്കൊരു സൂചനയും ലഭിക്കും. നിന്നെ പിടിച്ചെടുക്കാനും കഴിയും. നിന്നെ ഞാൻ കൊന്നുകളയും. ആ ശക്തി ശിവാനിയിൽ നിന്നും അകന്നതിന്റെ സൂചന ലഭിച്ചു എനിക്ക്. ഇപ്പോൾ തന്നെ രാക്ഷസ ശക്തിയെ പറഞ്ഞുവിട്ട് അവളുടെ കഥ ഞാൻ തീർത്തുകളയും. ഇല്ല, ആ നാഗിനി ആരുടെയോ ആശ്രയം തേടിയിട്ടുണ്ട്. ആ ശക്തി അവളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഇവിടെ നിന്ന് ശക്തി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. അവൾ ഉള്ളിടത്തേക്ക് തന്നെ പോകണം. അവൾ എന്റെ കൺമുമ്പിലൊന്ന് വന്ന് നിന്നാൽ മതി. അവൾ എന്റെ വശത്താകുമെന്നത് ഉറപ്പാ. ഇച്ഛാധാരി നാഗറാണി, നിന്നെ ഇന്ന് ഞാൻ ശിവപാദത്തിൽ അർപ്പിക്കും. തൃശ്ശൂൽ, എന്തൊക്കെയാ നീ കാണിക്കുന്നേ? ആരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നിനക്കത് തലയ്ക്ക് സുഖമില്ലേ? അത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നിന്നോട് പുറത്തേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ പുറത്തേക്ക് പോയേ? ഓ, ഞാനിവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയാണോ നീ എന്റെ കൈ പിടിച്ച് വലിച്ചത്? ആ, അതെ. അതും നിനക്ക് എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. എന്താ പറയാഞ്ഞേ? അത് എന്താന്ന് ഞാൻ പറയട്ടെ? പറഞ്ഞിരുന്നെങ്കി എന്റെ കൈ കയറി പിടിക്കാനുള്ള അവസരം കിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ പറയാതിരുന്നത്, അല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയില്ല ശിവാനി. എനിക്കറിയാം, അന്ന് മുതൽ നീ പ്രയത്നിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ സ്വന്തമാക്കണം എന്നാണല്ലോ നിന്റെ ഉദ്ദേശം. ശിവാനി, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ 2 തന്നിട്ട് നീ പൊക്കോ. അതിനെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് നിന്നോട് തോന്നുന്നത് യഥാർത്ഥ പ്രണയമാ, അല്ലാതെ മോഹമല്ല, കാമമല്ല. സോറി ശിവാനി, സോറി. ശിവാനി, ഞാൻ നിന്റെ കൈ പിടിച്ച് വലിച്ചതാണ് ഒരേ ഒരു പ്രശ്നമെങ്കിൽ അത് നീ ഇവിടുന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ. അത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല, നിന്റെ നല്ലതിന് വേണ്ടിയാ. എന്റെ നല്ലതിന് വേണ്ടിയോ? ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലേ എനിക്ക് നല്ലത് സംഭവിക്കും. എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോയിരിക്കും. ശിവാനി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ? വാശി പിടിക്കുന്നത് ഞാനല്ല, നീയാ. എന്തിനാ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പുറത്തേക്ക് പോയാൽ എന്താ കുഴപ്പം? കണ്ടോ, അതെന്തുകൊണ്ടാണെന്ന് പറയില്ല, എന്നെ പുറത്തേക്ക് വിടുകയില്ല. എനിക്ക് പോയേ പറ്റൂ തൃശ്ശൂൽ. ശിവാനി, നിന്റെ മുന്നിൽ ഞാൻ യാചിച്ചു പറയാ, ദൈവത്തെ ഓർത്ത് നീ എവിടേക്കും പോകരുത്. തൃശ്ശൂൽ, നിനക്ക് എന്താ വട്ടാണോ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അതെ, എനിക്ക് വട്ടാണെന്ന് തന്നെ പറഞ്ഞു, പ്രശ്നമില്ല. പക്ഷെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല ഞാൻ. അല്ല, ഇപ്പൊ നിനക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം എന്താ? ഇവിടെ തന്നെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്, പൂന്തോട്ടവും പൂവുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ രേഖ താണ്ടി നീ ഇവിടുന്ന് പോവാൻ പാടില്ല.
എന്ത് രേഖയാ അത്? രാമായണത്തിലെ കഥ പറയുന്നത് പോലെ പറയുന്നുണ്ടല്ലോ. എന്താ ലക്ഷ്മണൻ വന്ന് വരച്ച രേഖയാണോ അത്? അല്ല, നിന്റെ രാമൻ വരച്ച രേഖയാണിത്. എന്താ പറഞ്ഞേ? രാമ വെറുതെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞു വന്നതാ. നിന്റെ കയ്യിൽ വന്ന് പെട്ടുപോയല്ലോ ഞാൻ. എന്റെ പ്രാണൻ എടുക്കുക നീ. അല്ല, ഞാൻ നിന്റെ പ്രാണൻ രക്ഷിക്കാൻ നോക്കാം ശിവാനി. എന്നെ ഒന്ന് വെറുതെ വിടുവോ? ശരി, ആയിക്കോട്ടെ, വിട്ടേക്കാം. പക്ഷെ നീ ഈ രേഖ താണ്ടി പോവില്ലല്ലോ അല്ലേ? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കേണ്ട തൃശൂൽ. കടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മോ, എനിക്കത് മാത്രം മതി. തൃശൂൽ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം എന്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. എല്ലാം നശിപ്പിച്ചവനാണ് നീ. എന്നെ വേദനിപ്പിച്ചിട്ട് എന്ത് സന്തോഷം നിനക്ക് കിട്ടാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നിനക്ക് വിഷമൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇങ്ങനെ ഒരു അപായത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ നിന്നെ ഞാൻ നോക്കിക്കോളാം. ആ വിശ്വാസം എനിക്കുണ്ട്. തൃശ്ശൂൽ ഇപ്പൊ ഇവിടെ ഇല്ല. പുറത്തേക്ക് പോയാലോ ഞാൻ? അല്ലെങ്കിൽ വേണ്ട. അവൻ അത്രയും പറഞ്ഞതല്ലേ എന്നോട്. വെറുതെ അവന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. എനിക്ക് വേദനയും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ മനസ്സിൽ എന്താണോ എന്തോ. എന്തായാലും അവന്റെ ഉദ്ദേശങ്ങൾ നടക്കട്ടെ. അമൃത, അമൃത, നീ പറഞ്ഞേൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ ശിവാനിയെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു. യെസ്, എന്റെ ശിവാനിക്ക് ഇനി ഒരു അപകടം ഉണ്ടാവില്ല. അവൾക്ക് വരാനിരുന്ന അപകടങ്ങളൊക്കെ ദൂരെ മാറിപ്പോയി. ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾ കാരണം കൊണ്ട് അമൃത. താങ്ക് യു സോ മച്ച്. അമൃത, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. വിന്ധ്യാവനത്തിൽ പോയി ഗംഗാജലം കൊണ്ടുവന്ന് വീടിന് ചുറ്റും ഒഴിക്കുകയും ചെയ്തു. പുറത്തേക്ക് പോവുകയായിരുന്ന ശിവാനിയെ ഞാൻ തടഞ്ഞു നിർത്തി. ശിവാനി പുറത്തേക്ക് പോവുകയായിരുന്നോ? ആ, ഞാൻ ഗംഗാജലം കൊണ്ടുവന്ന് വീടിന് ചുറ്റും ഒഴിക്കുന്ന സമയത്ത് ശിവാനി എവിടേക്ക് പുറത്തേക്ക് പോകാൻ നിൽക്കായിരുന്നു. ദുഷ്ടശക്തി തന്നെയായിരിക്കും അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കിയത്. അതെങ്ങനെ പറയാൻ പറ്റും? എന്താന്ന് വെച്ചാ, ഞാൻ ശിവാനിയെ തടഞ്ഞു നിർത്തിയപ്പോ അവൾ പുറത്തേക്ക് വന്നതിന്റെ കാരണം പോലും അവൾക്ക് അറിയില്ലെന്നേ. എന്തിനാ പുറത്തേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോ അത് അവൾക്ക് അറിയില്ലെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാ ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ശിവാനി ആയിരുന്നില്ല. ഇന്നലെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഞാൻ തടഞ്ഞു നിർത്തി ശിവാനി. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതോ ഒരു ദുഷ്ടശക്തി അവളുടെ ശരീരത്തിൽ വന്ന് കയറാൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നിയത്. എന്തുപറ്റി അമൃത? എന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങൾ കാരണം കൊണ്ട് മാത്രമാ ശിവാനിക്ക് വരാനിരുന്ന അപകടങ്ങളൊക്കെ ദൂരേക്ക് മാറി അവളെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചത്. ഒരുപക്ഷെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോയേനെ. കഴിഞ്ഞു പോയതൊന്നുമല്ല കഷ്ടം, സംഭവിക്കാനിരിക്കുന്നതാണ് കഷ്ടം. നീ എന്തോ തെറ്റ് ചെയ്തെന്ന് തോന്നുന്നു തൃശൂൽ. ഞാനോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാണ് പറഞ്ഞത്? എന്തിനാ നീ വന്നത്? ഇപ്പൊ സംഭവിച്ചതെല്ലാം നിങ്ങൾ അറിയിച്ചിട്ട് ഒരു താങ്ക്സ് പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ. അതിപ്പോൾ മുഖ്യമായിരുന്നില്ല. ഇപ്പോൾ മുഖ്യമായിട്ടുള്ളത് ശിവാനിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ സമയത്തും നീ അവളോടൊപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. അവൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. അവളുടെ ജീവന് തന്നെ ആപത്ത് വന്നേക്കാം. അമൃത, ശിവാനിക്ക് എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞാ എങ്ങനെയാ? വീടിന് ചുറ്റും ഗംഗാജലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒരു അപകടം ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞത്. ഗംഗാജലം അവളെ സംരക്ഷിച്ചേക്കാം. പക്ഷേ അവളുടെ അടുത്ത് ഒരു ദുഷ്ടശക്തികളും വരാൻ പാടില്ല. എന്തൊക്കെയായാലും അവള് വീടിന്റെ പുറത്തേക്ക് പോകില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അവളുടെ അടുത്തേക്ക് ദുഷ്ടശക്തി എങ്ങനെ വരാനാ? ഒരുപക്ഷെ വന്നാൽ? അതെങ്ങനെ വരാനാ? നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവള് രക്ഷപ്പെടില്ലേ? എന്നിട്ട് അക്കാര്യത്തില് നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെന്ന് പറയാ? തൃശൂൽ, ഈ തവണ ശക്തി മാത്രം പോരാ, യുക്തിയും മുഖ്യം തന്നെയാണ്. ദുഷ്ടശക്തിയെ തടയുന്നതിന് ഗംഗാജലം മാത്രം പോരാ. കാരണം ആ ദുഷ്ടന്മാർ യുക്തി പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും? ശിവാനി, നിന്നെ കൊല്ലാനായിട്ട് വെറും ശക്തി മാത്രം പോരാ, യുക്തിയും കൂടി വേണം.
അതിന് തന്നെയാണ് ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത്.